ഇത് ഈ നമ്മുടെ നാട്ടിലെ പാടത്തിൻ്റെ സൈഡിൽ കൂടെ പോണ പോലെ ഉണ്ട്. നമുക്ക് അടിപൊളി. ഇത് ഫാം ഫീൽഡ് അവിടെ കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുക്കിയിട്ടാണ് കണ്ടോ. ആഹാ, ഇതൊക്കെ ഞാൻ യു കെയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാം. അയ്യോ, ഇതിൽ കൂടെ സൈക്കിൾ പോയിരിക്കും, ആൾക്കാർ പോകണ്ടല്ലോ, പിന്നെ സൈക്കിളിന് പോയാൽ. അയ്യോ, വഴി തെറ്റി ഗൈസ്, വഴി തെറ്റി. വന്നപ്പോൾ പ്ലാൻ ചെയ്ത റൂട്ടൊക്കെ മാറി കാരണം കൊണ്ട് എവിടെ എത്തി എന്നുള്ളൊരു ഐഡിയ ഇല്ല. സൈക്കിൾസിന് ആക്ച്വലി ഇതിൽ പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഇതൊക്കെ ഏകദേശം 2 BHK 2 ബെഡ്റൂം വീടിന് 7 ലക്ഷം 8 ലക്ഷം പോകണ്ട, അതായത് നാട്ടിലെ 8 കോടി. വഴി ഏകദേശം ഐഡിയ കിട്ടേണ്ടിട്ട് അതെ ഈ കാണുന്ന ലെഫ്റ്റിലെടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ഏതോ ഒരു ഗേറ്റിലെത്തും. കാരണം ഇവിടെ പാർക്കുകൾക്ക് ഒരുപാട് ഗേറ്റുകളുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ലണ്ടനിൽ തേരാപ്പാരയുടെ അടുത്ത എപ്പിസോഡ്. ഇന്ന് നമ്മൾ മിൽ ഹിൽ ഭാഗത്തേക്കാണ് പോകാൻ പോണേ. മിൽ ഹിൽ ഭാഗത്തേക്ക്, മിൽ ഹില്ലിൽ ആ ഭാഗത്ത് കുറച്ച് പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റിയ റോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആ റോട്ടിൽ കൂടെ ചെയ്യാൻ പോണതെന്ന്. മിൽ ഹിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ, ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് 2 കിലോമീറ്റർ. ഈ മിൽ ഹില്ലിൽ അവിടെ അടിപൊളി പാർക്കുണ്ട്, ഒരു ഗോൾഫ് ഏരിയ ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ആ കാണുന്ന ഹൈവേ ക്രോസ് ചെയ്തോണം നമുക്ക് പോകാനായിട്ട്. ഈ ഹൈവേ ക്രോസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ റാമ്പ് ഉണ്ട് കേട്ടോ. റാമ്പിൽ കയറി കാണിച്ചു തരാവേ. കണ്ടോ, അടിപൊളിയല്ലേ? ഹൈവേ ക്രോസ് ചെയ്യുന്നത് എളുപ്പമല്ലേ, ഒരു റിസ്ക്കും ഇല്ല. നമ്മളൊന്ന് സൈക്കിൾ ചവിട്ടി മുകളിലോട്ട് കയറുന്നത് മാത്രം. നടക്കാനും ഇത് തന്നെ യൂസ് ചെയ്യാറ് ആളുകൾ ഈ റോഡ് ക്രോസ് ചെയ്യാനായിട്ട്. ഇവിടെ ക്രോസിങ്ങിന് വേണ്ടി മെയിൻ ഹൈവേ ആയതുകൊണ്ട് തന്നെ വേറെ സീബ്ര ലൈനോ വേറെ കാര്യങ്ങളൊന്നുമില്ല. നടന്നു വരുന്നവർക്ക് ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് വഴി കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ റാമ്പാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെ സ്ഥിരം ഇതിലേ കണ്ട് പോയിട്ടിരുന്നത്. അതായത് കാർ എടുക്കുന്നതിന് മുമ്പ് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട്, സുംബയ്ക്കും യോഗയ്ക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അപ്പുറത്താണ്, തൊട്ടടുത്താണ് എൻ്റെ കോപ്റ്റാൾ എന്ന് പറഞ്ഞ സെൻറ്റർ. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ സൈക്കിളിൽ പോയിട്ടിരുന്നത്. അപ്പോൾ ഇതിലെ വന്നിട്ട് നേരെ ക്രോസ് ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ ഇത് കണ്ടോ, ഇതാ A1 ആണ്. 3 ട്രാക്ക് ഉണ്ട്. അതിലിവിടെ ഒരു ട്രാക്ക്, അതായത് ഫാസ്റ്റ് ട്രാക്ക് M1 ജോയിൻ ചെയ്യും. ഇപ്പോൾ M1 വണ്ടികൾ ഇവിടെ കയറിയിട്ട് കണ്ടോ, അവിടെ ഒരു പാലം പോലെ കണ്ടോ, അത് M1 M1 മോട്ടോർ വേയിലേക്കുള്ളതാണ്. ബാക്കി രണ്ടും A1 കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ ഇവിടെ നിന്ന് തന്നെ 3 എണ്ണത്തിൽ 2 എണ്ണം M1 ഇറങ്ങി വരുന്നതാണ്, ഒരെണ്ണം A1 വരുന്നതാണ്. then ഇവിടെ വന്നു കഴിയുമ്പോൾ അത് A1 ആയിട്ട് മാറും. അടിപൊളിയല്ലേ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, ആ മരങ്ങളുടെ ഇടയിൽ കൂടെ കണ്ടോ ഒരു ഗാലറി. അത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റേഡിയം ഉണ്ട്, സ്റ്റോണെക്സ് സ്റ്റേഡിയം എന്ന് പറയും. നമ്മുടെ റഗ്ബി ടൂർണമെൻറ്റ്സ് ഒക്കെ നടക്കുന്നതാണ്. നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ, സ്റ്റോണെക്സ് സ്റ്റേഡിയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ടോ, ഇതിന് താഴത്തെ ക്വിക്ക് ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കാറിൻ്റെയൊക്കെ സർവീസ് സെൻ്ററാണ്. നല്ല മഞ്ഞുള്ള സമയത്ത് ഒരിക്കൽ റാമ്പി കൂടെ വന്നിട്ട് ഞാൻ സ്ലിപ്പാകാൻ പോയതാണ്. കാരണം ഇവിടെ വെള്ളം ഐസായി കിടക്കായിരുന്നു. സൈക്കിള് സ്കിഡായി, കാല് കുത്തിയാലും സ്കിഡാവുമായിരുന്നു. പിന്നെ ഈ സൈഡിലെ ഹാൻഡ് റെയിലുമ്പോൾ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ പോയേനെ. ഇവിടെ ആദ്യം കാറുകൾക്കൊക്കെ ഈസി ആയിട്ട് കയറി പോകായിരുന്നു. അതിനുശേഷം ഈ സൈഡിൽ 2 കുറ്റി വെച്ചോടുകൂടി കാറുകൾ കയറി പോയിച്ചിട്ട് പാടാം. നല്ല കാറ്റുണ്ട്, അടിപൊളി കാറ്റാണ്. സൈക്കിൾ ഒരു സൈഡിലോട്ട് പിടിച്ച് കൊണ്ടുപോകാണ് കാറ്റ്. അയ്യോ, ഈ റൈറ്റ് സൈഡിൽ ഗ്രൗണ്ട് കണ്ട. ഇത് വിൻ്റർ ടൈമിൽ നിറച്ച് ഗോൾ പോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫുട്ബോൾ ക്ലബ്ബുകൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കണതിൻ്റെ സാറ്റർഡേ സൺഡേ ക്യാമ്പുകളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്, ഈ ഗ്രൗണ്ടുകളിലാണ്. ഇതാ ഈ ഗ്രൗണ്ട് കണ്ടോ, റൈറ്റിലുണ്ട് ലെഫ്റ്റിലുണ്ട്. ഇപ്പോൾ സമ്മറായി തുടങ്ങിയപ്പോൾ കംപ്ലീറ്റ് അത് മാറ്റി കൗൺസിൽ വന്നിട്ട്. എന്നിട്ട് ഇനി ഇത് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്, ക്രിക്കറ്റ് പ്രാക്ടീസിന് വേണ്ടിയിട്ട്. ഈ ഒരു ഗ്രൗണ്ട് മുഴുവൻ ഇനിയിപ്പോൾ ക്രിക്കറ്റിന് വേണ്ടിയിട്ടാണ്, അവിടെ ക്രിക്കറ്റിൻ്റെ പിച്ചൊക്കെ വേണ്ടിയിട്ടുണ്ട്. നല്ല സമ്മറായ പിന്നെ ഇവർ ഫുട്ബോൾ അത്ര കാര്യമായിട്ട് കളി കണ്ടിട്ടില്ല. ഇതാ കാണുന്നതാണ് സ്റ്റോണെക്സ് സ്റ്റേഡിയം കണ്ടോ. നല്ല അടിപൊളി റോഡല്ലേ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്, വലിയ ട്രാഫിക്കൊന്നുമില്ല. അത്യാവശ്യം ജിമ്മിലൊക്കെ പോകുന്ന വണ്ടികൾ മാത്രമേ വരുള്ളൂ. പിന്നെ ഇവൻ ഡേയിൽ ഭയങ്കര റഷായിരിക്കും. ഞാൻ എൻ്റെ ജിമ്മ് കാണിച്ചു തരാം കേട്ടോ. ഇതാ കാണുന്നതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കോപ്റ്റാൾ ലേഷർ സെൻറ്റർ. നമുക്ക് അതിലേക്ക് കൂടെ ഒന്ന് കറങ്ങി നോക്കാം. ഇത് കോപ്റ്റാൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബസ്സും കാര്യങ്ങളെല്ലാം പാർക്ക് ചെയ്യുന്നത്, റൈറ്റ് സൈഡിലാണ് കാർ പാർക്കിംഗ് വരുന്നത്. കണ്ടോ, നമുക്ക് ഇതിലൂടെ എല്ലാം ഓഫ് റോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അതിലൂടെ ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് അതിലെ പോവാം. ഈ വഴി ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്നത്. നമ്മുടെ ക്ലയൻസൊക്കെ കുറേ പേര് ഇതിലെ വരണേ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാനിത് ഫസ്റ്റ് ടൈം ഇതിൽ പോണേ.
നേരെ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലൂടെ നിന്ന് കയറും. ലെഫ്റ്റ് റൈറ്റ് ട്രാക്ക് കണ്ടുണ്ട്. നമുക്കിതിലെ പോയാലോ? റൈറ്റിൽ പോവാം. ഇതെന്താ സംഭവം ഒന്നും അറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി. ആഹാ, നല്ല സൂപ്പർ സ്ഥലമാണല്ലോ. ഓഫ് റോഡ് സൈക്ലിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലം. സൈക്കിൾ ട്രാക്കാണെന്ന് എനിക്ക് തോന്നുന്നു. എവിടെ ചെന്ന് കയറുമെന്നൊന്നും അറിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടുന്ന് റൈറ്റ് പോകാനുള്ള വഴി കാണിക്കുന്നുണ്ട്. നമുക്ക് നേരെ പോയി നോക്കാം എന്താ സംഭവം നോക്കാം. ലെഫ്റ്റ് സൈഡിൽ സ്കൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുട്ടികളുടെ കുട്ടികളുണ്ട്. അവരുടെ പ്ലേ ഗ്രൗണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ. കൊടും കാട് പോലെ ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഫോറസ്റ്റ് കൂടെ ട്രക്കിങ്ങിന് പോലെ ആ ഒരു ഫീല്. മൃഗങ്ങളില്ലാന്ന് മാത്രമേ ഉള്ളൂ. കള്ളന്മാരില്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണും ക്യാമറയും സൈക്കിളൊക്കെ പോക്കാം. നടന്ന് തിരിച്ച് വീട്ടിൽ പോകാം. അടിപൊളി എക്സ്പീരിയൻസ്. ഇവിടെ വന്നിട്ട് ഇതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങനെ റോഡ്. എവിടെ ചെന്ന് കയറും, എന്താണ് ഇതിൻ്റെ ഒരു അറ്റമൊന്നും അറിയില്ല. ഇടത്തോട്ടൊരു വഴിയാണോ? വഴി കാണുന്നുണ്ട്, പക്ഷേ നേരെ തന്നെ പോവാം. നല്ല വഴിക്ക് പോവാം. ഞാൻ മാപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കുതിരയുടെ ചാണകം കിടപ്പുണ്ടല്ലോ. ഹോഴ്സ് ഒക്കെ പോകുന്ന വഴിയാ. അപ്പോൾ എൻ്റെ മോനെ അടിപൊളി, സൂപ്പർ. അതെ, കുറച്ച് ആളുകൾ വരുന്നുണ്ട്. ഡോഗ് വാക്കേഴ്സ് വരുന്നുണ്ട്. അവരങ്ങ് ക്രോസ് ചെയ്ത് പോയിക്കോളും. ഒരാളുടെ കയ്യിൽ 2-3 ഉണ്ട്. മേ ബി ഒരു പ്രൊഫഷണൽസ് ആയിരിക്കാം. കാരണം ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒരു വേക്കൻസി ഉണ്ട് നമുക്ക് ഡോഗ് വാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ചില ആളുകൾക്ക് എല്ലാ ദിവസവും ഡോഗിനെ നടത്താനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു ഡോഗ് വാക്കേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യും. അവർ വന്ന് കറക്റ്റ് ടൈമിൽ അവരുടെ ഡോഗിനെ പാർക്കിലൊക്കെ നടത്താൻ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരും. ട്രെയിനേഴ്സ് പോലെ തന്നെ ട്രെയിൻ ചെയ്യേണ്ട കാര്യത്തിൽ ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗിനെ എല്ലാ ദിവസവും എക്സസൈസിന് പോലെ കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എവിടെയോ വന്ന് കയറി. ഏതാ സ്ഥലം? മുള്ളൊക്കെ ഉണ്ട് സൈഡിൽ. എവിടേക്കാണ് വന്ന് കയറണേന്ന് പോലും മനസ്സിലാവണില്ലല്ലോ. എവിടെയോ ഒന്ന് കയറിയിട്ടോ. മെയിൻ റോഡിലെത്തിയാലേ നമുക്ക് അറിയുള്ളൂ ഇനി എവിടെയാണെന്നുള്ളത്. ഇത് കണ്ടോ വഴിയിൽ വുഡ്, ഇത് മരം കട്ട് ചെയ്തിട്ട് അതിനെ ചെറിയ ചെറിയ ചീളുകളാക്കിയേക്കുന്നതാണ്. എന്നിട്ട് ഇത് കണ്ടോ, ഇതിവിടെ റോഡ് ഉണ്ടാക്കാനും പാർക്കിലൊക്കെ യൂസ് ചെയ്യും. കണ്ടോ, അടിപൊളി പരിപാടിയല്ലേ. വളരെ കോസ്റ്റ് കുറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. ചെടി പറഞ്ഞാൽ കണ്ടോ, കൗൺസിലിൽ നിന്ന് 2 സൈഡൊക്കെ ഇവിടെ സെറ്റാക്കണം. അവർ ടപ്പേന്ന് മെഷീൻ വെച്ച് കുഴിക്കുക, നേരെ ഒരു പോട്ട് ഇറക്കി വയ്ക്കുക. അയ്യോ, വഴി തെറ്റി ഗൈസ്, വഴി തെറ്റി. വന്നപ്പോൾ പ്ലാൻ ചെയ്ത റൂട്ടൊക്കെ മാറി കാരണം കൊണ്ട് ഇവ എവിടെ എത്തി എന്നുള്ളൊരു ഐഡിയ ഇല്ല. ഒരു പെടുത്തൂല. അയ്യോ, ഏതോ ഒരു കുന്നിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു ബിൽഡിങ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്നാൽ കാണുന്നത്. ഒരുപാട് ഹൈറ്റിൽ കാണുന്ന ബിൽഡിങ് കേട്ടോ. ഈ എവിടെ വരെ എത്തിയോ? ഫിഞ്ചിലി നഴ്സറി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഫിഞ്ചിലേക്ക് എത്തിയോ? എന്തായാലും ഇവിടെ വരെ വന്നാൽ അത് എന്ത് ബിൽഡിങ്ങാണ് നമുക്ക് നോക്കിയിട്ട് പോവാം. അതെന്തോ ഫ്ലാറ്റാണല്ലേ. അതിൻ്റെ മുകളിലെ പച്ച കളർ കാണുമ്പോൾ വേറെ എന്തോ ആയിട്ട് തോന്നും. എന്തോ ഒരു ബിൽഡിങ് ഓഫീസൊക്കെ പോലെ തോന്നും, പക്ഷേ ഫ്ലാറ്റുകളാണ്. അയർടോൺ ഹൗസ്. നമുക്ക് അവിടെ ചെന്ന് നോക്കിയിട്ടേ എവിടേക്കാണ് പോകണ്ടേന്ന് നോക്കാം. നമുക്ക് വഴി ഏകദേശം ഐഡിയ കിട്ടേണ്ടിട്ട്. അതെ, ഈ കാണുന്ന ലെഫ്റ്റിലെടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ഏതോ ഒരു ഗേറ്റിലെത്തും. കാരണം ഇവിടെ പാർക്കുകൾക്ക് ഒരുപാട് ഗേറ്റുകളുണ്ട്.
ഏത് സൈഡിൽ കൂടെ നമുക്ക് കയറാം. നമ്മൾ മുമ്പത്തെ പാർക്കുകളൊക്കെ ചെയ്തപ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച ഗേറ്റിലെത്തിയില്ലെങ്കിലും ആ പാർക്കിലെത്താൻ പറ്റും എന്തായാലും. നമുക്ക് പോയി നോക്കാം. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. വീടുകളൊക്കെ കണ്ടോ, നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ വീടുകൾക്ക്. ഇവിടെ ഒരു 2 BHK വീടിനൊക്കെ, അതായത് ഇവിടെ വീടുകൾക്കൊക്കെ ഏകദേശം 2 BHK 2 ബെഡ്റൂം വീടിന് 7 ലക്ഷം 8 ലക്ഷം പോകണ്ട. അതായത് നാട്ടിലെ 8 കോടി 9 കോടി ഏകദേശം വരും. പക്ഷെ ഇവിടെ ഇതൊക്കെ കാണുന്നതെല്ലാം ഒരു 4 BHK എങ്കിലും മിനിമം ഉണ്ട്. ഇതാണോ പാർക്കിൻ്റെ എൻട്രി? ഇത് തന്നെ, പെർഫെക്റ്റ്. മിൽ ഹിൽ വില്ലേജ് സ്പോർട്ട് ക്ലബ്ബ്. ഞാൻ ഉദ്ദേശിച്ച സ്ഥലം ആ പാർക്ക്. അടിപൊളി. അടിപൊളി ഗൈസ്, നല്ല സൂപ്പർ വ്യൂ, കുന്നും മലയൊക്കെ ആയിട്ട്. ഞാൻ കയറ്റൊക്കെ ചവിട്ടി ഔഷധിയാവും. വെൽക്കം ടു ഫിഞ്ചിലി നഴ്സറി. ഇവിടെ ഒരു നഴ്സറി കാണുന്നുണ്ട്, മിൽ ഹിൽ കൺട്രി ക്ലബ്ബ്. നമുക്ക് നേരെ പോയി നോക്കാം. നേരെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. ഇത് തന്നെ, ഇതിൽ പോയി നോക്കാം. ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഒരു ചങ്ങാതി പോണ നോക്കി, പാലൊക്കെ ആട്ടി ഒരു കാറൊക്കെ മണത്ത് നോക്കി അങ്ങ് പോവാണ്. താങ്ക് യു. ഫാം. ഇവിടെ വഴിയുണ്ടോ? ഇതൊരു ഫാമാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയാണ് കാണുന്നത്. നോക്കട്ടെ. ഇത് ഈ നമ്മുടെ നാട്ടിലെ പാടത്തിൻ്റെ സൈഡിൽ കൂടെ പോണ പോലെ ഉണ്ട്. നോക്ക്, അടിപൊളി. ഇതൊക്കെ ഞാൻ UK വന്നിട്ട് ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ. ഇതിൽ കൂടെ സൈക്കിൾ പോയിരിക്കല്ലോ, ആൾക്കാർ പോകണ്ടല്ലോ. പിന്നെ സൈക്കിളിന് പോയാൽ പയ്യെ ഫ്രണ്ടിലെ ആളുകൾ പോകുന്നുണ്ട്. ഈ പാർക്കിലേക്കുള്ള ഷോർട്ട് കട്ടാണെന്ന് എനിക്ക് തോന്നേ. Thank you. സൂപ്പർ എക്സ്പീരിയൻസ് ഇട്ട് എന്തായാലും. താങ്ക് യു. പുള്ളി അറിഞ്ഞിട്ടില്ല. പുള്ളി മുള്ളാൻ കാല് പൊക്കിയപ്പോഴാണ് എന്നെ കണ്ടത്. പേടിച്ചു പയ്യ. ഞാനും പേടിച്ചു. കാരണം ഈ പെട്ടെന്ന് കാണുമ്പോൾ ഒരു കമ്മാൻ തോന്നി കാലുമോ തന്നെ കിട്ടും പുള്ളി. അയ്യോ, ഇവിടെ നമുക്ക് പോകാൻ പറ്റില്ല, കഴിഞ്ഞു. ഇവിടെ എന്തോ ഫാം, ഹോഴ്സ് അങ്ങനെ സെറ്റപ്പ്. ഇത് സൈക്കിൾ പോകില്ല എന്ന് തോന്നുന്നു. ഡോഗ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് സ്റ്റോക്ക്. ഇത് വേറെ എന്തോ ഫാം ഫീൽഡ് എന്തൊക്കെയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുമോ എന്നുള്ളത് നോക്കണം. ഇതിപ്പോൾ എവിടെയാണെന്ന് ഞാൻ നോക്കട്ടെ. ഇതൊരു ഫാം ഫീൽഡാണ്. ഇവിടെ കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുക്കിയിട്ടാണ് കേട്ടോ. അവിടെ കുതിരകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. ഇത് കുതിരകളും കൂടി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇങ്ങനെ ഗേറ്റ് ഇങ്ങനെ വെച്ചേക്കുന്നത്. നമുക്കിതിൽ പോകാൻ പറ്റുമോ ട്രൈ ചെയ്ത് നോക്കാം. പറ്റുന്നുണ്ട് ഗൈസ്. ഒരു കണക്കിന് കിടന്നു. യെസ്. കുതിരകൾ നിൽക്കണോ? അവിടെ കാടിൻ്റെ ഉള്ളിൽ അപ്പുറത്ത് കുതിരകൾ നിൽക്കുന്നുണ്ട് കണ്ടോ. അയ്യോ, ഇത് പേര് കൂടെ പോകും. ഇത് നമുക്ക് സൈക്കിൾ പോകാനായിട്ട്
ഇതിലെ പോകാമെന്ന് വിചാരിക്കണോ? പ്രൈവറ്റ് പ്രോപ്പർട്ടി. അവിടെ കുതിരകൾ നിൽപ്പുണ്ട്, കണ്ടോ? കാണാൻ പറ്റുമോ നോക്കട്ടെ ഏട്ടാ. ആ എന്തുമാത്രം കുതിരയാണ് നോക്ക്. കംപ്ലീറ്റ് കുതിരകളാണ്, കണ്ടോ? 1 2 3 4 അതിൻ്റെ മുകളിൽ കുറച്ച് ഇപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കംപ്ലീറ്റ് കുതിരകളാണ്. ഈ സൈഡിലൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണെന്ന് തോന്നുന്നു. അതിലേക്ക് കയറാൻ പാടില്ലെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും ഇതിൽ പോയി നോക്കാം. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. അതൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ആദ്യമായിട്ട് റോഡ് വരുന്നു, മാപ്പ് നോക്കുന്നില്ല. ഇടയ്ക്കൊന്ന് വഴി തെറ്റിയപ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കി. എങ്കിലും മാപ്പ് ഇട്ടിട്ടല്ല വന്നത്, ഡയറക്ഷൻ നോക്കി വെച്ചു. എന്നിട്ട് ആ ഡയറക്ഷനിലൂടെ വന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചിടത്തേക്കല്ല പോയതെന്ന് തോന്നുന്നു. തിരിച്ചു വന്നു. അവിടെ നിന്ന് നമ്മളൊരു ഫിഞ്ചിലി നഴ്സറി കണ്ടില്ല, അവിടെ നിന്ന് റൈറ്റ് ആയിരുന്നു പോകേണ്ടതെന്ന് തോന്നുന്നു. പക്ഷേ ലെഫ്റ്റ് ആണോ? അടിപൊളി, നല്ല രസമുണ്ട് എന്തായാലും. അടിപൊളി കാറ്റിട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. പറപ്പിച്ച് കളയണ കാറ്റ്. ഇവിടെ ഇനി പിന്നെയും കയറാണോ? ഇത് വഴി അതുപോലത്തെ വഴി തന്നെയാണോ? അങ്ങനെയാണ് ഗെയിമോ. സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ സൂപ്പറായി. തിരിച്ച് വഴിയൊക്കെ പോകണം. ഒരു കുഞ്ഞു വഴി. അയ്യോ, പബ്ലിക് ഫുട്പാത്താണ്. സൈക്കിൾസിന് ആക്ച്വലി ഇതിൽ പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. എനിവേ പോയി നോക്കാം. സൈക്കിൾ കയറി ഒരു കുഞ്ഞ് കയറ്റി അവർ വെച്ചാണ്. സൈക്കിളൊക്കെ കയറാതിരിക്കാനാണോ അങ്ങനെ വെച്ചേക്കണമെന്ന് അറിയില്ല. എന്തായാലും പബ്ലിക് ഫുട്പാത്താണ്. സോ നമുക്ക് പയ്യെ പോവാം. അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കാണ്ട് ഈ റോഡ്. ഇതുപോലെ തന്നെ എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും ഒരു 2 കിലോമീറ്റർ കുറയാതെ മൊത്തം ഉണ്ട്. ഏകദേശം 1 കിലോമീറ്ററിൽ കുറയാതെ ഈ വഴി കൂടെ വന്നു. മൊത്തം 2 അല്ല, അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഇവിടുന്ന് റൈറ്റിലോട്ട് പോകാനായിട്ട് എന്തോ ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് നേരെ തന്നെ പോവാം. അപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ പാർക്കിൻ്റെ ഭാഗം, ലെഫ്റ്റ് സൈഡിൽ പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഫാം ഫീൽഡ് അത് ഉഴുതു മറിച്ചിട്ടേക്കാണ്, കണ്ടോ? കംപ്ലീറ്റ് ഉഴുതു മറിച്ചിട്ടേക്കാണ് കൃഷിക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമുക്ക് പോകേണ്ട വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ ഈ വഴി പിടിച്ചു വേണം പോകാനായിട്ട്. കറക്റ്റ് ഒരു സൈക്കിളും കിടന്നു പോകും. റൂട്ട് നേരെ തന്നെ കാണിച്ചേക്കണേ. നേരെ പോയി നോക്കാം. നമ്മൾ അവസാനം മാപ്പിൻ്റെ സഹായം തേടിട്ടോ, അല്ലാതെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തില്ലായിരുന്നു. കാരണം നമുക്ക് ഒരു പരിചയമില്ലാത്ത വഴിയിലാണ് ചെന്ന് കയറിയാൽ. അവിടെ നിന്ന് ഏത് ഡയറക്ഷനിലോട്ട് പോകുമെന്ന് നോക്കിയിട്ട് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല. വുഡ്രിഡ്ജ് പ്രൈമറി സ്കൂൾ. ഇപ്പോൾ ഏതാ സ്ഥലം എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ നമ്മൾ ഏതാണ്ട് ഇനിയൊരു 20 മിനിറ്റും കൂടി ഉള്ളൂ, 20-25 മിനിറ്റും കൂടി ഉള്ളൂ നമ്മുടെ വീട്ടിലോട്ട്. ഇവിടെ നിന്ന് നേരെ പോവുക, റൈറ്റ് എടുക്കുക. റൈറ്റ് ദെൻ നമുക്ക് അതിലൊക്കെ ഇറങ്ങി വരായിരുന്നു. അങ്ങനെ നമ്മൾ ട്രാക്കിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പരിചയമുള്ള സ്ഥലമൊക്കെ എത്തി തുടങ്ങി. ഇപ്പോൾ മനസ്സിലായി ഏകദേശം നമ്മൾ ഏതിലൂടെ പോയെന്നും എങ്ങനെ പോയെന്നൊക്കെ. ഇത് ഞാൻ പോകാറുള്ള റോഡാണ് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ആ കാണുന്നത് ഒരു ലണ്ടൻ എക്കോസ്റ്റൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഹോഴ്സ് റൈഡിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഹോഴ്സുകൾ, ഇവിടുത്തെ ഹോഴ്സുകളാണ് ആ താഴത്ത് കണ്ടത് മുഴുവൻ. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്ത്, അതായത് ഈ ഗ്രൗണ്ടിൻ്റെ താഴേക്കൂടെയാണ് ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഫീൽഡ് ഉണ്ട്. അതിൻ്റെ അവിടെ വലിയ ഗ്രൗണ്ടും കുന്നൊക്കെയാണ്. അതിൻ്റെ താഴേക്കൂടെയാണ് നമ്മൾ പോയത്, ആ കാട് വഴി പോയത്. അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമുക്ക് പരിചയമുള്ള റോഡിൽ കയറി. ഇനിയിപ്പോൾ മാപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ മുമ്പ് പോകാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തിൻ്റെ എൻറ്റേർലി ഡിഫറെൻറ്റ് ഡയറക്ഷൻ.
ഒരു ബന്ധമില്ലാത്ത, ഞാൻ വിചാരിച്ചു അതിൻ്റെ ആ പാർക്കിൻ്റെ ഒരു ഭാഗമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു സ്ഥലത്താണ് നമ്മൾ ശരിക്കും ചെന്ന് കയറിയത്. ഒരു ഡീവിയേഷൻ തെറ്റിപ്പോയി നേരെ നമ്മൾ ചെന്ന് വേറൊരു സ്ഥലത്ത് കയറി. പിന്നെ അവിടെ നിന്ന് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയി. പകുതി എത്തിയപ്പോഴാണ് സൈക്കിൾ പോകില്ല എന്നറിയണേ. എങ്കിലും സൈക്കിൾ നമ്മൾ അവരെ കിടത്തി. അവസാനം എക്സിറ്റിൽ വന്നപ്പോൾ സൈക്കിൾ കിടത്താൻ നിവൃത്തിയില്ല. നമ്മൾ ചുമന്ന് അപ്പുറത്തേക്ക് കിടത്തി. പിന്നെ നമുക്ക് എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ല. നമ്മൾ പിന്നെ തിരിച്ച് ഏകദേശം ഒരു കാൽക്കുലേഷനൊക്കെ എടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് പോന്നു. ഇത് ഈ കാണുന്ന ഫിഞ്ചിലി ഗോൾഫ് ക്ലബ്ബ് കണ്ടോ, ലെഫ്റ്റിൽ ഈ ഭാഗത്തേക്കായിരുന്നു നമുക്ക് വരേണ്ടത്. പക്ഷെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറെ സ്ഥലത്ത് പോയി ചേർന്ന്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ സൈക്കിൾ പോകാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടെ എന്തോ ഒരു ക്രോസിങ് ഉണ്ട് നമുക്ക് പോകാനായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലെ പോവാം.